ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിന് എത്ര പരിശ്രമിച്ചിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ്സുകൾ ഇന്ന് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടുവാനായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഗുണമാകൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ആദ്യത്തെ ഒരു പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ആക്സിലറേറ്റർ കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും ഇവ രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം. ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്കൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിലും വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടും. ഞാൻ ഉദാഹരണം സഹിതം വണ്ടി മുന്നോട്ടെടുത്ത് കാണിക്കാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു നിരപ്പ് റോഡിലാണ് വാഹനം കിടക്കുന്നത്. വാഹനത്തിൻ്റെ ടയർ സ്റ്റിയറിംഗ് എല്ലാം നേരെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ആകുന്നു. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ വീണ്ടും വണ്ടി നിർത്തി. ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ച ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മൂവ് ആകുന്നതിന് അനുയോജ്യമായിട്ടാണ് ഇവിടെ സ്റ്റിയറിംഗ് തിരിച്ചത്. അല്ലാതെ ആദ്യം ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആക്സിലറേറ്റർ കൺട്രോളിന് അനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ കിട്ടുന്നില്ലെങ്കിൽ പരമാവധി വേഗത കുറച്ച് നിങ്ങൾ വാഹനം ഓടിക്കുക. ആക്സിലറേറ്റർ ഒരുപാട് കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ വരും. അതാണ് ഒട്ടുമിക്ക ബിഗിനേഴ്സിനും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് അയച്ച് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മൂവ് ആക്കുക. അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ക്ലച്ചിൽ നിന്ന് അയച്ച് ആക്സിലറേറ്റർ നല്ല രീതിയിൽ അങ്ങ് കൊടുക്കും. ഈ ഒരു സമയത്ത് വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അങ്ങ് പോകും. ടയർ എങ്ങോട്ടാണോ തിരിഞ്ഞു കിടക്കുന്ന ആ ഒരു സൈഡിലേക്ക് പോവുകയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പരമാവധി വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന സിറ്റുവേഷനിൽ ആക്സിലറേറ്റർ കൺട്രോളിന് ഒരു പ്രാധാന്യം നൽകി നിങ്ങൾ വാഹനം ഓടിക്കുക. വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും പരമാവധി വേഗത കുറച്ച് നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, മാക്സിമം ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് ഓടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഗിയറിൽ ഓടിക്കുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. കാരണം ഒരു 10 കിലോമീറ്റർ വേഗതയേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഒരു 2-3 ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആയിട്ട് ഓടിക്കുക. ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് കൊടുത്ത് കാണിക്കാം. സെക്കൻഡിൽ പോവാണ്. ഈ ഒരു സമയത്ത് വണ്ടിക്കൊരു 15 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരു ബിഗിനറായ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തുടക്കത്തിൽ പേടി ഉണ്ടാകും വാഹനം ഓടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ പേടി വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാൽ സ്റ്റിയറിംഗിൽ ഹാർഡായിട്ട് കൈ പിടിക്കാതിരിക്കുക. ചിലർ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തിരിക്കും. ഇങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി സ്റ്റിയറിംഗ് കിട്ടത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ എടുക്കുകയാണ്, വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക. വണ്ടി ഇങ്ങോട്ടാണ് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ സ്റ്റിയറിംഗിൽ നമ്മുടെ കൈ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഒരു കാരണവശാലും ഹാർഡായിട്ട് പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് പോകും, വീണ്ടും നേരെയാക്കാനായിട്ട് ഇങ്ങനെ തിരിക്കും. ഇങ്ങനെയൊക്കെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാം. അതായത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു വില്ലേജ് റോഡിൽ വാഹനം ഓടിക്കുക. ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ, ഇടുങ്ങിയ വില്ലേജ് റോഡുകളാണെങ്കിൽ എപ്പോഴും നമുക്ക് സ്റ്റിയറിംഗ് ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിക്കേണ്ട സിറ്റുവേഷൻ വരും. വണ്ടി സ്ലോ ചെയ്ത് മൂവ് ആക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വാഹനത്തിന് കുറച്ച് വേഗത കൂട്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ചൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടി വരും. നമ്മൾ ആവറേജ് ഒരു വീതി കൂടിയ റോഡിലാണ് ഓടിക്കുന്നതെങ്കിലുള്ള
ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഓൾറെഡി നമുക്ക് വീതി കൂടിയ റോഡിലായതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കത്തില്ല. പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു റോഡിൽ ഓടിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, തുടക്കത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ വാഹനം ഓടിക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഓടിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വാഹനം എടുത്തു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വില്ലേജ് റോഡിലാണ് പോകുന്നത്. ഇങ്ങനെയുള്ള റോഡിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ പരമാവധി സ്റ്റിയറിങ്ങിൽ കൈകൾ ഏകദേശം സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ കൈകൾ പിടിക്കേണ്ടത്. നിങ്ങളിങ്ങനെ കൈകൾ പിടിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ആവറേജ് ഒരു ചെറിയ വളവും തിരിവുള്ള റോഡാണ്. ഈ ഒരു സമയത്ത് എനിക്കിത് കുറച്ച് ഇടത്തോട്ട് തിരിക്കണം. ഇതേ ഞാൻ സ്റ്റിയറിംഗ് ഇടത്തോട്ട് എടുത്തെടുത്താണ് തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും എനിക്ക് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് നേരെയാക്കി. ഈ ഒരു സമയത്ത് എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രൽ പൊസിഷനിലാണ് എൻ്റെ രണ്ട് കൈയും ഉള്ളത്. നമ്മളിതിങ്ങനെ തിരിഞ്ഞു വന്നാലും മറിഞ്ഞു വന്നാലും എപ്പോഴും നമ്മളുടെ സ്റ്റിയറിംഗ് ഏകദേശം ഈ സെൻട്രൽ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുക. ഒരു കാരണവശാലും ഇവിടെ കൈകൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു, വീണ്ടും സ്റ്റിയറിംഗ് ഇങ്ങനെ റോഡ് നേരെയായി സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ മാക്സിമം ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് ഒരു 2-3 ദിവസം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു 20 കിലോമീറ്റർ വേഗതയിലൊക്കെ നമുക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവറേജ് ഓടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നു എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത കൂട്ടി ഒരു 3rd 4th ഒക്കെ ഇട്ട് വാഹനം ഓടിക്കുക. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് കൊടുത്തെടുക്കുകയാണ്. വാഹനം എടുത്തു, വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, 3rd ഗിയർ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു 30 കിലോമീറ്റർ വേഗതയിലായി. ഓക്കെ, ഇപ്പോൾ 3rd പോകുന്നത് കണ്ടില്ലേ. വില്ലേജ് റോഡിലാണ് ഞാൻ ഓടിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യം വരുവാണ്. ഈ ഒരു സമയത്ത് വണ്ടിക്ക് വേഗത കൂടുന്നത് കൊണ്ട് തന്നെ അതിനനുയോജ്യമായിട്ട് എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കണം. കണ്ടില്ലേ. അപ്പം നമുക്ക് കുറേ കൂടെ എളുപ്പത്തിലുള്ള സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. ആദ്യത്തെ 2 ദിവസം നമ്മൾ നോർമലായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്തു. പിന്നെ വണ്ടിക്ക് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. കാരണം ആദ്യത്തെ ആ തുടക്കത്തിലുള്ള ആ ഒരു ബാലൻസിങ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. പിന്നീട് എന്ത് ചെയ്യണം, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ നിങ്ങൾ ജസ്റ്റ് 4th കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കൂടെ വാഹനത്തിന് വേഗത കൂടുന്നതിനനുസരിച്ചുള്ള സ്റ്റിയറിംഗ് ബാലൻസ് വില്ലേജ് റോഡിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ വാഹനം ആവറേജ് വീതിയുള്ള റോഡിലോ ഏത് റോഡിൽ ഓടിക്കുന്ന സിറ്റുവേഷനും നമുക്ക് ഒരുപാട് പേടി കൂടാതെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകാതെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു പോയിൻ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രോബ്ലമാണ്, ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് നേരെയാണോ അല്ലെങ്കിൽ ടയർ നേരെയാണോ എന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പം നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മളൊരു സ്റ്റിയറിംഗ് എങ്ങോട്ടെങ്കിലും തിരിച്ച് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആദ്യം വാഹനം ഡ്രൈവ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇടയ്ക്ക് നഷ്ടമാകുന്നത് എപ്പോഴാണ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിലാണ്. അപ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ കുറേ കൂടെ ശ്രദ്ധിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ച് ഗിയർ ഷിഫ്റ്റിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളവിലും തിരിവിലും ഒക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡിലിടുക. ഇപ്പോൾ ഒരു ഇതേ സ്ട്രെയിറ്റ് റോഡ് വന്നു, ഈ ഒരു സമയത്ത് ഞാനിതേ അടുത്തൊരു ഗിയർ ഇടുകയാണ്, കണ്ടില്ലേ. ഇനി നമുക്കിവിടെ ഒരു വളവ് വന്നു, ഗിയർ ഡൗൺ ചെയ്യണം. അപ്പം വളവിന് മുന്നേ ആയിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക. അപ്പം നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. നമ്മൾ ഈ വളവിൽ വന്നിട്ട് ഇതേ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ തുടക്കക്കാർക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും മുന്നേ, അതായത് ഇപ്പോൾ ഒരു വളവിന് മുന്നേ നമുക്ക് ഗിയർ അപ്പ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മുന്നമേ ചെയ്യുക. അതിനോട് വളവിനോട് അടുത്ത് വന്നിട്ട് ചെയ്യാതിരിക്കും. ഇപ്പോൾ ഇതേ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. നമ്മളിതേ കുറച്ച് നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗിയർ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടുവാനായിട്ട് ഈ പോയിന്റുകൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.